ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് HSC സിലബസിനകത്തുള്ള പാർട്ട് 1 സൈക്കോളജിക്കകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മളോട് പിയാഷെയുടെയും ബ്രൂണറിൻ്റെയും വൈഗോട്സ്കിയുടെയും ഓസുബലിൻ്റെയും ഗാറ്റ്നിയുടെയും ലേണിംഗ് തിയറീസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് സിലബസിനകത്ത് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പോർഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസുബൽ ആൻഡ് ഗാർട്ട്നേഴ്സ് ലേണിംഗ് തിയറീസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം ബ്രൂണറിൻ്റെയും പിയാഷെയുടെയും വൈഗോട്സ്കിയുടെയും ഓസുബലിൻ്റെയും തിയറീസ് പൊതുവെ അറിയപ്പെടുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് എന്നുള്ളതാണ്. എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് എന്ന് വെച്ചാൽ, അതായത് നമുക്കറിയാം ബിഹേവിയറിസം ഉണ്ട്, അതുപോലെ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്, അതായത് ലെക്ചർ മെത്തേഡിന് അല്ലെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് അത് ഏതുമായിക്കോട്ടെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസിനകത്ത് ലേണേഴ്സിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ലേണേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് അവിടെ അവലംബിക്കുന്നത്. അപ്പം കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ആ ടേം പോലെ തന്നെ നോളേജ് കൺസ്ട്രക്ട് ചെയ്യുക. ആരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? കുട്ടികളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസസ്. ഓക്കെ, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള അവർ സ്വന്തമായിട്ട് നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട്, അതായത് കുട്ടിയുടെ കേന്ദ്രമാക്കിയിട്ടുള്ള തിയറീസാണ് ബ്രൂണറും പിയാഷെയും വൈഗോട്സ്കിയും ഓസുബലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഇവരുടെ തിയറീസ് എന്താണെന്നുള്ളത് നോക്കാം. അതിനുശേഷം ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യമായിട്ട് ബ്രൂണറിൻ്റെ തിയറി ഓഫ് ഡിസ്കവറി ഓഫ് ലേണിംഗ് ആണുള്ളത്. രണ്ടാമത്തത് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓഫ് പിയാഷെ. ഈ പേരുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ബ്രൂണറിൻ്റെ എന്താണ്? ഡിസ്കവറി ലേണിംഗ് തിയറിയാണ്. രണ്ടാമത്തത് പിയാഷെയുടെ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് അറിയപ്പെടുന്നത്. വൈഗോട്സ്കിയുടേത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക നിർമ്മിതിവാദം. ഇപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ് വൈഗോട്സ്കിയുടേത് അറിയപ്പെടുന്നതും. അതുപോലെ ഓസുബലിൻ്റെ റിസപ്ഷൻ ലേണിംഗ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ആദ്യമായിട്ട് ബ്രൂണറിൻ്റെ തിയറി ഓഫ് ഡിസ്കവറി ഓഫ് ലേണിംഗ്. ഇതിൽ നാം പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പം ബ്രൂണറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ലേണിംഗ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് അൻ ആക്റ്റീവ് സോഷ്യൽ പ്രോസസ് ഇൻ വിച്ച് സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ന്യൂ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ കറൻറ്റ് നോളേജ്. നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം കറൻറ്റ് നോളേജിൽ നിന്നും പുതിയ ഐഡിയാസും കോൺസെപ്റ്റുകളും കൺസ്ട്രക്ട് ചെയ്യുക. ആരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? കുട്ടികളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കറൻറ്റ് നോളേജിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നിലവിലുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസും ഫോർമുലേറ്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബ്രൂണർ എന്ത് പറഞ്ഞു? ലേണിംഗ് ആസ് ആൻ ആക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അതൊരു ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അവിടെ കുട്ടികൾ സ്വയം കറൻറ്റ് നോളേജിൽ നിന്നും ന്യൂ ഐഡിയാസും കോൺസെപ്റ്റും കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ബ്രൂണറിൻ്റെ തിയറി എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് തിയറിയാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഡിസ്കവറി ലേണിംഗ് തിയറിയാണ്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, പ്രധാനമായിട്ടും ലേണിംഗ് നടക്കുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്, 3 ഘട്ടമായിട്ടാണ് ലേണിംഗ് നടക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനാക്റ്റീവ് സ്റ്റേജസ്, ഐക്കോണിക് സ്റ്റേജ്, അതുപോലെ സിംബോളിക് സ്റ്റേജും. ഓക്കെ, ഇനി ഈ ഓരോ സ്റ്റേജസിൻ്റെയും പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്, അവിടെ കുട്ടികൾ എന്ന് പറയുന്നത് ഇൻ വിച്ച് ചിൽഡ്രൻ നീഡ്സ് ടു എക്സ്പീരിയൻസ് ദ കോൺക്രീറ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ കോൺക്രീറ്റ് ആയിട്ടാണ് കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾക്ക് ടച്ച് ചെയ്യാൻ വിധത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് റിയൽ ആയിട്ട് ആ ഒബ്ജക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് കോൺക്രീറ്റ് ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കുട്ടികൾ, അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജസ് ആണ് ഇവിടെ.
പഠനത്തിൻ്റെ ആദ്യഘട്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ്, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അവിടെ കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് ലേണിംഗ് എളുപ്പത്തിൽ നടക്കുന്നത്. സോ അതാണ് അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. ഇതിൽ നമ്മളോട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടിയുടെ അതായത് കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഏത് സ്റ്റേജസിലാണ്, ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് തിയറിയിൽ ഏത് സ്റ്റേജസിലാണുള്ളത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം അനാക്റ്റീവ് സ്റ്റേജസ് ആണ് അതിന് ഉത്തരം. ഇനി ഐക്കോണിക് സ്റ്റേജ്. എന്താണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് വെച്ചാൽ, ഇവിടെ മെൻ്റലി കുട്ടികൾക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗ്രാഫിക്കലി അല്ലെങ്കിൽ മെൻ്റലി കുട്ടികൾക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഐക്കോണിക് സ്റ്റേജിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ആദ്യം കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ്സ് എനാക്റ്റീവ് സ്റ്റേജസിൽ കാണിച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റേജസിൽ ലേണിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? മെൻ്റൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഗ്രാഫിക്കലി ഒക്കെ ഒരു മെറ്റീരിയൽസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എബിലിറ്റി കുറച്ചുകൂടി ഉന്നത തലത്തിലേക്ക് എത്തുന്നു. അതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സിംബോളിക് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലാണ്. അതായത് കുട്ടി ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ആ കുട്ടിക്ക് ലഭിക്കുന്ന സ്റ്റേജസ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ സിസ്റ്റം ഒക്കെ അതുപോലെ തന്നെ ലോജിക്ക് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബ്രൂണർ പറഞ്ഞു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. അവിടെ കുട്ടി പുതിയൊരു നോളേജ് ഉണ്ടാക്കുന്നത് കറൻറ്റ് നോളേജിൽ നിന്നാണ്. അതുപോലെ ലേണിംഗ് നടക്കുന്നത് 3 സ്റ്റേജസിലൂടെയാണ്: അനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. അനാക്റ്റീവ് സ്റ്റേജസിൽ നമ്മൾ കോൺക്രീറ്റ് ഒബ്ജക്ട്സിലൂടെയാണ് ലേണിംഗ് നടത്തുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹയർ ലെവലാണ്, അതായത് മെൻ്റലി റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് ലഭിക്കുന്നു. അതുപോലെ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജാണ്. അവിടെ ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളോട് ചോദിക്കാം ഡിസ്കവറി അപ്രോച്ചസ് കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജെയ്സ് ബ്രൂണർ ആണ് ഡിസ്കവറി അപ്രോച്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്താണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് വെച്ചാൽ, അവിടെ ലേണേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻക്വയേഴ്സ് ഓഫ് നോളേജ് ആണ്. അതായത് അവിടെ നോളേജ് തേടി കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഡിസ്കവറി അപ്രോച്ചസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡിസ്കവറി അപ്രോച്ചസ് എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾ നോളേജ് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, അതാണ് ഡിസ്കവറി അപ്രോച്ചസ് എന്ന് പറയുന്നത്. ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കവറി അപ്രോച്ചസ് ആരാണെന്ന് മാത്രമേ നമ്മളോട് ചോദിക്കുകയുള്ളൂ. അത് ബ്രൂണറാണ് ഡിസ്കവറി അപ്രോച്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ആരാണ്? ബ്രൂണറാണ്. എന്താണ് ഈ സ്പൈറൽ കരിക്കുലം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഉന്നതമായിട്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് തന്നെ നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ആ വിഷയത്തെക്കുറിച്ച് ചെറിയ ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലേ? അതായത് കുറച്ച് പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു ഐഡിയാസ് കുട്ടികൾക്ക് കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജസ് ആകുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ക്ലാസ്സുകൾ കൂടുന്നതിനനുസരിച്ച് ഓരോ ക്ലാസ്സിലും ഒരേ വിഷയം തന്നെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവരും. അപ്പോൾ കുട്ടികൾക്ക് സ്പൈറൽ ലേണിംഗ് അവിടെ നടക്കും. അതായത് ടച്ച് ചെയ്ത് അത് റീകാൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഈ സ്പൈറൽ കരിക്കുലം കുട്ടിയുടെ മെൻ്റൽ എബിലിറ്റി അനുസരിച്ചിട്ടാണ്. ചെറിയ കുട്ടിക്ക് ഒരുപാട് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പം സ്പൈറൽ കരിക്കുലത്തിൽ എന്താ ചെയ്യുന്നത്? ചെറിയ ക്ലാസ്സുകളിൽ വളരെ കുറച്ച് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം അതേ വിഷയം തന്നെ കൂടുതൽ കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠനം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ ലെവലിനനുസരിച്ചിട്ടുള്ള ഒരു കരിക്കുലമാണ്. സോ സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണറാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രൂണറിൻ്റെ തിയറീസിൽ നിന്നും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു പുതിയ നോളേജ് കുട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നത് കറൻറ്റ് നോളേജിൽ നിന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ലേണിംഗ് നടക്കുന്ന സ്റ്റേജസ് 3 എണ്ണമാണ്. ആ 3 എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്, ഈ ഓരോ സ്റ്റേജസിലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ ഡിസ്കവറി അപ്രോച്ചസ് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രൂണറാണ്. അതുപോലെ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൂണറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ആരാണ്? പിയാഷെ. പിയാഷെയുടെ തിയറി എന്താണ് അറിയപ്പെടുന്നത്? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. എന്താണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? ഞാൻ ഓൾറെഡി അതിൻ്റെ ഇത് പറഞ്ഞു. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടാണ്. എന്നാലും ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം, കുട്ടിയാണ് കേന്ദ്രം. ഓക്കെ, അപ്പം കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് അനുസരിച്ചിട്ടാണ് ലേണിംഗ് അവിടെ നടക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ലേണിംഗ് ഈസ് എ റെഡിനെസ് അപ്രോച്ച്. എന്താണ് റെഡിനെസ് അപ്രോച്ചസ് എന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് ഉണ്ടാവുന്ന കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടിയുടെ എബിലിറ്റിയുടെ അനുസരിച്ചിട്ടാണ് കുട്ടി പഠിക്കുന്നത്. ഓക്കെ, അതാണ് റെഡിനെസ് അപ്രോച്ചസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെഡിനെസ് അപ്രോച്ച് എന്നാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ലേണിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആണുള്ളത്. എത്ര സ്റ്റേജസ് ആണുള്ളത്? 4 സ്റ്റേജസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ആദ്യത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ്, രണ്ടാമത്തേത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തേത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, നാലാമത്തേത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതൊക്കെയാണ്? ആദ്യത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ്, രണ്ടാമത്തേത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തേത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി ഈ സ്റ്റേജസ് മാത്രം പഠിച്ചാൽ പോരാ, ഇനി നോട്ട് ചെയ്ത് വെക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പീരീഡ് എത്രയാണ്? അതായത് നമ്മൾ ജനിക്കുന്നത് തൊട്ട് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ്? കുട്ടിയുടെ ജനനം തൊട്ട് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ചെറിയ കുട്ടികളാണ്. അപ്പം അവർ ഒബ്ജക്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു, അതായത് ഓരോന്നും ഇന്നതാണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന കാലഘട്ടമാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നടക്കുന്നത്? അച്ചീവ് ഒബ്ജക്റ്റ് പെർമനൻസ്, അതായത് കുട്ടിയുടെ ആ ഒരു ഒബ്ജക്റ്റ് പെർമനൻസ്, ആ ഒരു കഴിവ് നേടിയെടുക്കാനായിട്ട്, അതായത് ഓരോന്നും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവിലേക്കുള്ള തുടക്കം മാത്രമാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, സോ ഫ്രം ബർത്ത് ടു 2 ഇയേഴ്സ്, അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ആ ഒരു പീരീഡ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ? 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ കുട്ടി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് എങ്ങനെയാണ് കുട്ടികൾ മറ്റുള്ളവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഇതൊക്കെ കുട്ടി പഠിക്കുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഈഗോസെൻട്രിക് ആണ്. അതായത് മറ്റുള്ളവരുടെ, ഇറ്റ് ഹാസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്കിംഗ് ദ വ്യൂ പോയിന്റ് ഓഫ് അതേഴ്സ്. തിങ്കിങ് ഈസ് സ്റ്റിൽ ഈഗോസെൻട്രിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈഗോസെൻട്രിക് ആയിട്ടുള്ള തിങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 2 ഇയേഴ്സ് ടു 7 ഇയേഴ്സ്. ഓക്കെ, ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം 7 to 11 ഇയേഴ്സ്. ഓക്കെ, 7, ഓക്കെ, 7 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹിയർ the children can think logically about objects and events. അവർക്ക് ഒബ്ജക്റ്റിനെ കുറിച്ചും ഇവൻസിനെ കുറിച്ചും ലോജിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജസിലാണ്. 7 to 11 ഇയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾക്ക് ഒബ്ജക്ട്സ് ഒക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് ഇന്നതാണ് എന്ന് വേർതിരിച്ച് കാണാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസിലാണ്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മളോട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ചിലപ്പം കുട്ടികൾ ഈ വേർതിരിച്ച ഒബ്ജക്ട്സിനെ അവരുടെ ഫീച്ചേഴ്സിനനുസരിച്ചോ വേർതിരിച്ച് കാണാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നത് പിയാഷെയുടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിലെ ഏത് സ്റ്റേജസിലാണ് എന്നൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അതെന്തായിരിക്കും? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസിലാണ് നടക്കുന്നത്. 7 to 11 ഇയേഴ്സ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദെൻ ഫൈനലി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. എന്താണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വെച്ചാൽ 12 to 15 ഇയേഴ്സ് ആണ്. 12 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്.
ഇവിടെ കുട്ടിക്ക് എന്താണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് മെൻ്റലായിട്ടുള്ള തിങ്കിങ് ആണ്, ഐഡിയോളജിക്കലായി. അതായത് കുട്ടിക്ക് ലോജിക്കലി ഹയർ ഓർഡർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജസിലാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസിൽ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് ലഭിക്കുന്നു. ഇവിടെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ, അഥവാ 12 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്താണ് അത് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനകത്ത് 4 സ്റ്റേജസ് ഉണ്ട് എന്നാണ് പിയാഷെ പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ്. ഇനി അദ്ദേഹം പറയുന്നത് ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, അതായത് നമ്മുടെ ബുദ്ധി വളർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സ് ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഗ്രോത്തിനകത്ത്. ഏതൊക്കെയാണ്? അസിമിലേഷൻ, ഈ ടേം അതേപോലെ തന്നെ പഠിച്ചു വെക്കണം. അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഈക്വലിബ്രിയം. ഏതൊക്കെയാണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഈക്വലിബ്രിയം. ഈ 3 പ്രോസസ്സും ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി വികാസത്തിൽ ഈ 3 പ്രോസസ്സും ഉണ്ട്. ഇനി ഈ ഓരോ പ്രോസസ്സും എന്താണെന്ന് നോക്കാം. അസിമിലേഷൻ എന്ന് വെച്ചാൽ ഇവിടെ learner transforms incoming information so that it fits within his existing schemas or thought patterns. അതായത് പുതിയ അതായത് അവരുടെ എക്സിസ്റ്റിംഗ് സ്കീമ എന്ന് പറഞ്ഞാൽ ഉള്ള അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കീമ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് പ്രീ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയൊരു ഇവൻറ്റിനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു അറിവിലേക്ക് പുതിയൊരു കാര്യം നമ്മൾ കൊണ്ടുവരുന്ന, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്കത് മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. മുന്നേ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മളൊരു പുതിയൊരു ഇവൻറ്റിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ടു ഹോൾഡ് ദ ന്യൂ ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തെക്കുറിച്ച് കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. ആ സാധനത്തെക്കുറിച്ച് തന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ആ ഉള്ള അറിവിനെ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, മോഡിഫൈ ചെയ്തിട്ട് കുട്ടിയിൽ പുതിയൊരു സ്കീം അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, മോഡിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തേത് എന്തായിരുന്നു? അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഉള്ള അറിവിലേക്ക് പുതുതൊന്ന് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അക്കോമഡേഷൻ എന്നതിൽ മോഡിഫിക്കേഷനാണ് നടക്കുന്നത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന അറിവിൽ എന്ത് ചെയ്യുന്നു? ചില മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈക്വലിബ്രിയം, ഇത് തമ്മിൽ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈക്വലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിൽ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈക്വലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ഡ്യുവൽ പ്രോസസ്സിലൂടെയാണ്, അതായത് അസിമിലേഷൻ, അക്കോമഡേഷൻ തുടങ്ങിയിട്ടുള്ള ഡ്യുവൽ പ്രോസസ്സിലൂടെയാണ് കുട്ടി സ്കീമ ഫോം ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ബാലൻസ് കീപ്പ് ചെയ്യുന്നതാണ് ഈക്വലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അസിമിലേഷൻ എന്ന് പറയുന്നത് പുതിയൊരു കാര്യം മുന്നേ ഉണ്ടായിരുന്ന പ്രീ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. അക്കോമഡേഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ. ഇത് തമ്മിലുള്ള ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ഈക്വലിബ്രിയം. ഈ അസിമിലേഷനും അക്കോമഡേഷനും ചേർന്നിട്ടാണ് കുട്ടിയിൽ സ്കീമ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ആക്റ്റീവ് ഡിസ്കവറി ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തത് ആരാണ്? പിയാഷെയാണ്. ആക്റ്റീവ് ഡിസ്കവറി ലേണിംഗ് എൻവയോൺമെൻറ്റ് എവിടെയാണ്? സ്കൂളുകളിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഡിസ്കവറി ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നത് ആരാണ്? പിയാഷെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറീസിൽ ടീച്ചർ എന്ന് പറയുന്നത് he or she is a facilitator of knowledge. അവർ ഫെസിലിറ്റേറ്റർ ഓഫ് നോളേജ് ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ എന്ന് പറയുന്നത് he or she is a facilitator of knowledge. ഇനി ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കുട്ടിക്കും ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പിയാഷെയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 4 സ്റ്റേജസ് വരുന്നുണ്ട്. അതുപോലെ ഇൻ്റലക്ച്വൽ ഗ്രോത്തിനകത്ത് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഈക്വിലിബ്രിയം, ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രോസസ്സ് വരുന്നുണ്ട്. ആക്റ്റീവ് ഡിസ്കവറി ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തത് പിയാഷെയാണ്. ടീച്ചറിന് ഒരു ഫെസിലിറ്റേറ്റർ ഓഫ് നോളേജ് ആയിട്ടാണ് കാണുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസിനും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി
അടുത്തതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വൈഗോട്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൊണ്ടുവന്നിട്ടുള്ളത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാമൂഹിക ഇടപെടലിലൂടെയാണ് കുട്ടി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതായത് നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ കൾച്ചറിനും കോണ്ടെക്സ്റ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ എംഫസൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇനി ഇന്റേണലൈസേഷൻ ഓഫ് സോഷ്യലി നെഗോഷിയേറ്റഡ് മെന്റൽ ഫങ്ഷൻസ്. അതായത് എന്താണ്? സോഷ്യലി നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള മെന്റൽ ഫങ്ഷൻസിനെ ഇന്റേണലൈസ് ചെയ്യാനുള്ള, അതായത് ഉള്ളിലേക്ക് ഇന്റേണലൈസ് ചെയ്യാനുള്ള ഒരു കഴിവും കുട്ടിക്ക് ഉണ്ടാവുന്നത്, അങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇന്റേണലൈസേഷനിലൂടെ ആണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലാംഗ്വേജ് ആസ് എ സൈക്കോളജിക്കൽ ടൂൾ എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ടൂളാണ്, നോളേജ് കൺസ്ട്രക്ട് ചെയ്യുവാനുള്ള ഒരു സൈക്കോളജിക്കൽ ടൂളാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു കോൺസെപ്റ്റാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലേവ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD എന്ന് പറയുന്നത്? അതായത് കുട്ടിക്കുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം കുട്ടിക്ക് സ്വയം പരിഹരിക്കുവാനുള്ള കഴിവും വേറൊരാളുടെ സപ്പോർട്ടോട് കൂടി പരിഹരിക്കുവാനുള്ള കഴിവും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പം ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നത് എന്താണ്? കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അത് പരിഹരിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് അത് ബെറ്റർ ആയിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നു. അതാണ് ഹയർ ലെവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് ലേണിംഗ് നടക്കുന്നത്. അതായത് ഒരു സ്കഫോൾഡിങ് കൊടുത്തുകൊണ്ട് കുട്ടി ആ പ്രോബ്ലം പരിഹരിക്കുന്നുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് മാക്സിമൽ അസിസ്റ്റഡ് പെർഫോമൻസിനും ലെവൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പെർഫോമൻസിനും ഇടയിലാണ് ലേണിംഗ് നടക്കുന്നത്. അതിനെയാണ് ZPD എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുട്ടിയുടെ ഓൺ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻസോട് കൂടി കുട്ടിക്ക് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു കോ ലേണറാണ്. ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോ ലേണറായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതായത് എന്താണ് കോ ലേണർ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടിക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പം ടീച്ചർ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ പഠിക്കുന്നതുമുണ്ട്. ഓക്കെ, അതാണ് കോ ലേണർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു നോളേജ് കൊടുക്കുക എന്നതിലുപരി കുട്ടിക്ക് ഒരു അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ടീച്ചർ പഠിക്കുന്നത് കൊണ്ടാണ് അവിടെ കോ ലേണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സ്കഫോൾഡിങ്. അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എപ്പോഴാണ്? സ്കഫോൾഡിങ് കൊടുക്കുന്ന സമയത്താണ്. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻസ് ആണ്. അത് ഏത് രൂപത്തിലും ആവാം. കുട്ടിക്ക് ഒരു അസിസ്റ്റൻസ്, ഒരു സഹായം, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സഹായം കൊടുക്കുന്നതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അത് ഏതൊരു രൂപത്തിലും ആവാം. ഓക്കെ, ഹിൻസ് കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സൊല്യൂഷൻസ് കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രിയർ നോളേജിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ ഏത് രൂപത്തിലും നമുക്ക് അസിസ്റ്റ് ചെയ്യാം. അതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. സ്കഫോൾഡിങ് കൊടുക്കുന്ന സമയത്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ലേവ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ഏതെടുത്താലും അവിടെ നമ്മൾ ലേണിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ കോപ്പറേറ്റീവ് ലേണിങ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ടീം ലേണിങ്ങിന്, കൊളാബറേറ്റീവ് ലേണിങ്ങിന്, അതായത് കുട്ടി ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ടുള്ള ലേണിങ്ങിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തതാണ് ഓസുബലിൻ്റെ തിയറീസ് എന്ന് പറയുന്നത്. ഓസുബലിൻ്റെ തിയറി ഓഫ് മീനിങ് വെർബൽ ലേണിംഗ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്ന് പറയുന്നത് മീനിങ് വെർബൽ ലേണിംഗ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ്.
അപ്പം ഓസിബിളുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങും അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം എന്താണ് അദ്ദേഹം മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് പഠനം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലേണിംഗ് മാത്രമല്ല, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കണം. അത് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു കോൺസെപ്റ്റ് നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിലേറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ മീനിങ് ഫുൾ ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് ഓസിബൽ പറയുന്നത്. ഓക്കെ, എന്താണ്, ഒരു പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നു, റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് എന്ന് കൂടി പറയാം. അപ്പം അദ്ദേഹം ഈ ഒരു അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓസിബിളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്താണ്? അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് വെച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു, ഒരു പുതിയൊരു കാര്യം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ആ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ആ ബ്രോഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് കോൺസെപ്റ്റിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാം, എന്താണ് അഡ്വാൻസ് ഓസിബിളിൻ്റെ തിയറിയിൽ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രോഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയാസിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ വിവിധ ബ്രാഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രീയുമായിട്ട് ഉപയോഗിക്കാം അല്ലേ? ആ വിഷയം എന്ന് പറയുന്നത്, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ആ ഒരു ട്രീ ആണ്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അതിൻ്റെ വിവിധ ശാഖകളാണ് അല്ലെങ്കിൽ പഠന ശാഖകളാണ്. അതായത് സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജിയോഗ്രഫി തുടങ്ങിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട്. അപ്പം നമുക്കൊരു ട്രീ എന്ന് പറയുന്നത് ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോളേജാണ്. അപ്പം അതുമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പുതിയൊരു നോളേജ് കമ്പയർ ചെയ്തിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്താണ് അവിടെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് ഓസിബൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മെൻ്റൽ സ്കഫോൾഡിംഗ് ആണ് നടക്കുന്നത് അല്ലേ? മെൻ്റൽ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉള്ളത്. ഒന്ന് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സും രണ്ടാമത്തത് കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സും. എന്താണ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു പുതിയൊരു കാര്യം കുട്ടി ലേൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രീ റിക്വസിറ്റ് നോളജിനെയാണ് എക്സ്പോസിറ്ററി ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, പുതിയൊരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രീ റിക്വസിറ്റ് നോളജിനെയാണ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സ് ആണ്. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് കുട്ടി പഠിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ കണക്ഷൻ ആയിട്ടാണ് നമ്മൾ കുട്ടി പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഒരു എക്സ്റ്റേണൽ കണക്ഷനാണ് ഇവിടെ കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സിനകത്ത് വരുന്നത്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അദ്ദേഹം ഈ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂ കോൺസെപ്റ്റ് ആൻഡ് മോർ ഇൻക്ലൂസീവ് കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സബ്സംഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റും മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കോൺസെപ്റ്റും തമ്മിലുള്ള കണക്ഷനാണ് അല്ലെങ്കിൽ ഇൻട്രാക്ഷനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പുതിയ കോൺസെപ്റ്റിനെ അദ്ദേഹം സബ്സ്യൂംഡ് എന്നും അതുപോലെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ സബ്സ്യൂമർ എന്നും പറയുന്നു. ഓക്കെ, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. അത് 2 വിധത്തിലാണുള്ളത്. ഡെറിവേറ്റീവ് സബ്സംഷനും ഉണ്ട്, കോറിലേറ്റീവ് സബ്സംഷനും ഉണ്ട്. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എക്സ്പോസിറ്ററി ഓർഗനൈസറിനെ പോലെ തന്നെ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള നോളജ് ആയിട്ട് നമ്മൾ അതിൽ നിന്നും പുതിയൊരു കാര്യം പഠിക്കുന്നു. അതേസമയം കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ഇൻട്രാക്റ്റീവ് റീകൺസിലേഷൻ, സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് ആൻഡ് കോമ്പിനേറ്ററിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിനകത്ത് വരുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, റിസപ്ഷൻ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കാറ്. അതുപോലെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ സബ്സംഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്.
ഇനി ഏറ്റവും ഫൈനലായിട്ട് ഗാർഡ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് എന്താണ് ഗാർഡ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നമ്മളോട് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഗാർഡ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ഹൈ ലെവലിലുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കാം. അപ്പം ഈ ഒരു പിരമിഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. അത് കഴിഞ്ഞാൽ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് നടക്കുന്നത്. എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ് അത് കഴിഞ്ഞാൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ചെയിനിങ് ആണ്. ചെയിനിങ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തിട്ട് ചെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വെർബൽ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക. വെർബൽ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്ക്രിമിനേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കോൺസെപ്റ്റ് ലേണിംഗ്, അതുപോലെ റൂൾ ലേണിങ്ങിനെ മറ്റൊന്ന് പറയുന്നുണ്ട് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പം എത്ര സ്റ്റേജസ് ആണ് അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ വരുന്നത്? 8 സ്റ്റേജസ് ആണ് പറയുന്നത്. ഏറ്റവും ലോ ലെവലുള്ളത് സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിങ്ങിനെ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും പറയാം. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നത് ഏത് സ്റ്റേജസിലാണെന്ന് ചോദിച്ചാൽ സിഗ്നൽ ലേണിങ്ങിലാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് നടക്കുന്നത് എവിടെയാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിലാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലാസിക്കൽ. ഇപ്പം നമ്മളോട് ചോദിക്കാം ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിനകത്തും ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നത് എവിടെയാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് എന്താണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്താണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ തൊണ്ടൈക്കിൻ്റെയും സ്കിന്നറിൻ്റെയും പാവ്ലോവിൻ്റെയും തിയറീസ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നത് സിഗ്നൽ ലേണിങ്ങിലാണ്. അതുപോലെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് നടക്കുന്ന സമയത്ത് അവിടെ എന്താണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് നടക്കുന്നത്. ഇത് രണ്ടും മാറിപ്പോവരുത്. ഓപ്പറന്റ് കണ്ടീഷനിങ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് രണ്ടാമത്തെ സ്റ്റേജസിലും, ക്ലാസിക്കൽ കണ്ടീഷനിങ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജസിലാണ് നടക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിനകത്ത് വരുന്നത്. ഇത്രയും പേരുടെ തിയറീസ് ആണ് നമ്മുടെ സിലബസിനകത്ത് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിലബസിലെ ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാം, ഒബ്ജക്റ്റീവ് ടൈപ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയും ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.